പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയേണ്ടത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പൊ എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നത് ഇപ്പൊ പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി ആയി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇനി നിയമസഭ കൂടുന്ന സമയത്ത് MLA-മാര് മന്ത്രിമാരൊക്കെ പോക്കറ്റിൽ മെറ്റല്, ഇഷ്ടിക, സിമെന്റ് ഇങ്ങനെയൊക്കെ ഇട്ട് കൊണ്ടുപോകണം കേട്ടോ. എന്നതിന് ശേഷം പാലം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ എങ്ങനെ കൊടുക്കും? എടോ, ഇങ്ങനെ വകതിരിവില്ലാത്ത ബുദ്ധിയില്ലാത്ത കുറെ എണ്ണത്തിന് ജയിപ്പിച്ച് വിട്ട ജനങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. VD സതീശൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഭരിക്കുന്നവരൊക്കെ പൊട്ടന്മാരാന്നുള്ളത്. ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഗുണേശം മുതൽ അങ്ങ് താഴോട്ട് കിടക്കുന്ന ഒന്നിനും ബോധമില്ല എന്നുള്ളത്. ഇനി റോഡും പാലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ MLA-മാര് മന്ത്രിമാരൊക്കെ പണം കൊടുത്ത് സ്ഥലം വാങ്ങി തരാനാ പറയുന്നത്. എന്റെ പൊന്നെ, ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കുന്നത് രസമെന്ന് അറിയാം. അമ്മാതിരി പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ല. ഇനി സതീശേട്ടന്റെ ഒരു നുണ പൊളിയുന്നുണ്ട്, ഒന്ന് കാണാം. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളന ആക്ഷേപമൊക്കെ ഇട്ടു. എന്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേട്ടോ. അത് ശരി, കണ്ണൂർ പാർട്ടി സെക്രട്ടറിക്ക് മാത്രല്ല, ഞങ്ങൾക്കുണ്ട് കുഴപ്പം. ഞങ്ങൾക്കും കുഴപ്പമുണ്ടോ. ഞങ്ങളുടെ കായ് എടുത്തിട്ട്, ഞങ്ങളുടെ ടാക്സ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഓരോ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അത് ചോദ്യം ചെയ്യാൻ എന്താ ഞങ്ങൾക്ക് അവകാശമില്ലേ? അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി, കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഇവിടെ കൊഞ്ഞനെ കുത്തിയിട്ട് ഒന്നും കാര്യമില്ല. ആ ഫയല് കെട്ടിയിട്ട് അങ്ങോട്ട് ശരിയാവണില്ല മൂപ്പർക്ക്. ഇതേപോലെ മുന്നേ ഒരു ഫയല് തെരഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തരിക തന്നെ വേണ്ടി വരും. ഞങ്ങൾ പൗരന്മാരാണ്, പൗരന്മാര് പറയുന്നത് കേൾക്കേണ്ടി വരും കേട്ടാ. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ സർവന്റ് ആണെന്ന ബോധം നിങ്ങൾക്ക് വേണം കേട്ടാ. പോക്കറ്റ് വീർപ്പിക്കുന്ന പരിപാടിയിലേക്കൊന്നും പോവല്ലേ. അധാനിയുമായിട്ടുള്ള ആ ഒരു അന്തർധാര ഞങ്ങളൊക്കെ അത് കണ്ടോണ്ടിരിക്കണം. എന്റെ പൊന്ന് നോണേശേട്ടാ, ബാക്കി ബാക്കി നോണെങ്കിലും പൊളിക്കാം. നിങ്ങൾ പറയാണ്, അല്ലാതെ നോ നോ നോ, ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റക്കെടുത്തെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാ. സർക്കാരിനെതിരെ തുറന്നടിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ അധികാരത്തിൽ വന്ന ശേഷം നടപടിയെടുക്കാതിരിക്കുന്നത് സർക്കാരിന്റെ U-ടേൺ ആയി വ്യാഖ്യാനിക്കപ്പെടും. നയപരമായ കാര്യങ്ങൾ എടുക്കുന്നതിന് മുൻപ് കൂട്ടായ ആലോചന നടത്തണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തീരുമാനങ്ങൾ എടുത്തത് ഇങ്ങനെയായിരുന്നുവെന്നും VD സതീശൻ ഒളിയമ്പ പ്പെടും. നയപരമായ കാര്യങ്ങൾ എടുക്കുന്നതിന് മുൻപ് കൂട്ടായ ആലോചന നടത്തണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തീരുമാനങ്ങൾ എടുത്തത് ഇങ്ങനെയായിരുന്നുവെന്നും VD സതീശൻ ഒളിയമ്പ. എന്റെ പൊന്ന് VD സതീശ, നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് ഏറിപ്പോയി. നിങ്ങളെ കൂട്ടത്തിലുള്ളവർ നുണ പറഞ്ഞ് ഏറിപ്പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞ പിന്നെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഓടേണ്ടി വരും. 10 കൊല്ലം CPIM ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് ഇല്ലാ വചനങ്ങളും ഉള്ള വചനങ്ങളും ചേർത്ത് വെച്ച് ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ പാലൊഴുക്കി നിങ്ങൾ നേടിയ ഈ ഒരു വിജയം ഉണ്ടല്ലോ, ആ 105 സീറ്റ്, ആ 105 സീറ്റും അടുത്ത കൊല്ലം നിങ്ങൾ മഷി കിട്ടാൽ പോലും കാണൂല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ബുദ്ധി വെച്ച്, വിവരം വെച്ച്, വിവേകം വെച്ച് ഇവിടെ അണികൾ പണിയെടുത്തോണ്ട് ഒന്നല്ല ഇവിടെ ഇലക്ഷന് ജയിച്ചിട്ടുള്ളത്. ഇവിടെ ന്യൂ ജനറേഷൻ പിള്ളേരും അല്ലാത്ത ആളുകളൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത് ഉണ്ടാക്കിയെടുത്താണ് നിങ്ങളുടെ വിജയം. അത് ജനങ്ങൾ മനസ്സിലാക്കും. സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഞങ്ങളെ പോലെയുള്ള ആളുകൾ സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. കോൺഗ്രസ് ഭരിച്ചാലും ശരി, CPIM ഭരിച്ചാലും ശരി, അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുന്നുള്ളതാണ്. എന്റെ സതീശ മുതലാളി നിർത്തിക്കോളി ഇമാതിരി ഉളത്തരങ്ങൾ. ബാക്കി കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എന്റെ ആഗ്രഹം. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറെ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്. അല്ലേ 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 തൊള്ള പൊളിച്ചാ നുണേ പറയുള്ളൂ. തൊള്ള പൊളിച്ചാ ഒരു തോന്നിയാസന പറയുള്ളൂ. 3 കാര്യത്തിനെ ഒരു തൊള്ള തുറക്കുള്ളൂ. ഇതൊക്കെയാണ് ജനങ്ങളെ കംപ്ലൈന്റ്. എന്തുവാടെ ഇത്? തങ്ങളുടെ കാലിന്റെ അടിയിൽ കിടന്ന് കരയെന്ന്, എനിക്കിത് വേണം, എനിക്കിതില്ലെങ്കിൽ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിത്തലയും തല്ലുണ്ടാക്കി, KC വേണുഗോപാലും തല്ലുണ്ടാക്കി, അവസാനം ആ സീറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടി. നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അമ്മാതിരി നുണ പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പൊന്തി നിന്നതല്ലേ. ആ നുണകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? ജനങ്ങൾ അത് മാത്രം മനസ്സിലാക്കിയ പോരാ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. മുസ്ലിം ലീഗിന്റെ ഓരോ മന്ത്രിമാരും ഇപ്പൊ പ്ലേറ്റ് അങ്ങ് തിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇമാതിരി ഉളത്തരൊക്കെ നിങ്ങളവിടെ കാണിക്കുന്നത് ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെ ദൈവം അവിടെ കൊണ്ടിരുത്തിയിട്ടുള്ളത്.
അടുത്ത 5 കൊല്ലം കഴിയട്ടെ, ജനങ്ങൾ മനസ്സിലാക്കും. ആ പൂക്കി ചിരിയൊക്കെ അങ്ങ് അവസാനിക്കും. കൂവി താഴെയുടെ ജനങ്ങള്, നിങ്ങളുടെ അണികൾ തന്നെ നിങ്ങൾക്ക് ഇട്ട് പണിയും. കണ്ടോ, പെട്രോളിന്റെ നികുതി കുറച്ചു തരാൻ പറഞ്ഞിട്ട് കയറിയതല്ലേ. ഞാൻ പറയുന്നില്ല, ഊഞ്ഞാലാട്ടി നടക്കുക. അടുത്തൊരു വലിയ കഥയാണ് കേട്ടോ, ഒരു ഹെലികോപ്റ്ററിന്റെ ദൂർത്ത് കഥ കേൾക്കാം. ഓഗസ്റ്റ് 31, 2023 സതീശൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ധൂർത്താണ്. ചെലവ് ചുരുക്കണമെന്ന് അടിക്കടി ഉപദേശിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തിരുത്തണം. ഇനി തൊട്ട് മുമ്പ് ജൂലൈ 10, 2025 സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധി നേരിടുമ്പോഴും മാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കുന്നത് ധൂർത്തിന്റെ അങ്ങേയറ്റമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ദൈനംദിന ചെലവിനുള്ള പണം പോലും കണ്ടെത്തുന്നത്. 5 ലക്ഷം രൂപയുടെ ചെക്കുകൾ പോലും ട്രഷറിയിൽ മാറ്റാനാകാത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് 20 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം മുടക്കുന്നത്. ചെലവ് ചുരുക്കണമെന്ന് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഉപദേശിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഉപേക്ഷിക്കണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി, ഹെലികോപ്റ്ററിന്റെ അനിവാര്യത, അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒക്കെ ചേർത്ത് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2021 പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം. സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും വികലമായ സാമ്പത്തിക നയം മൂലം സംസ്ഥാനം ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നു. സർ, ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഇവിടെ ഹെലികോപ്റ്ററിന് വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? ആരും മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ വേണമെങ്കിലും അരമണിക്കൂർ കൊണ്ട് നേവിയുടെ ഹെലികോപ്റ്റർ നമുക്ക് കിട്ടും. എന്തിനാണ് ഈ വാടക ഇങ്ങനെ കൊടുക്കുന്നത്? ഒരു കാര്യമില്ലാതെ. ധനപ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ധൂർത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചെലവ് ചുരുക്കണമെന്ന അടിക്കടി ഉപദേശിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും സതീശൻ പറഞ്ഞു. ഓണക്കിറ്റ് നൽകുന്നതിനെ ചിലർ ഭയക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജാള്യത മറയ്ക്കാനാണെന്നും സതീശൻ വിമർശിച്ചു. ഇമാതിരി ഊളത്തരം വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. ഇന്നിപ്പോ ആ ഹെലികോപ്റ്റർ കൊണ്ടുള്ള ഗുണങ്ങൾ അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും വെച്ചിട്ട് ലോകം ചുറ്റാൻ വേണ്ടിയിട്ടല്ല അത് ഇവിടെ വാങ്ങി വെച്ചത്. മനസ്സിലായിട്ടില്ലേ? ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ആ ഹെലികോപ്റ്ററെ കുറിച്ച്. ഒരു അവയവദാനത്തെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ നുണകൾ പറഞ്ഞുകൊണ്ട് നുണേശം മുന്നോട്ട് തന്നെ പൊക്കോട്ടെ, പിന്നോട്ടൊന്നും പോകണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പൊക്കോ. പക്ഷെ കൂട്ടത്തിൽ ഞങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന പിന്തിരിപ്പൻ ചിന്താഗതികളും പവർകെട്ട് കാലഘട്ടത്തിൽ, ഇരുണ്ട കാലഘട്ടത്തിൽ ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങൾ മറക്കില്ല. അത് മറക്കാതെ നെഞ്ചിൽ ഇങ്ങനെ കയറ്റി വെക്കും. അവസാനം 5 വർഷം കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ നേരത്ത് ഞങ്ങളൊന്ന് ചിന്തിക്കും, വേണോ അതോ വേണ്ടയോ എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.